ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഗവർണറായിരിക്കെ പെരുന്നയിലെത്തിയ സമയത്തെ ചിത്രങ്ങൾ പുറത്തുവിട്ട് NSS. ഉപരാഷ്ട്രപതിക്ക് NSSുമായി പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എന്നാൽ സുരേഷ് ഗോപിക്ക് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. സുരേഷ് ഗോപിയാണ് ഉപരാഷ്ട്രപതിയെ കൂടെ ഇതിലേക്ക് വലിച്ചിഴച്ചതെന്നും G. സുകുമാരൻ നായർ പറയും. അനുമതി കൊടുത്തത് ഇതാണ്. ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞു എറണാകുളത്ത് വന്നാൽ കാണാം. എറണാകുളത്ത് ചെന്ന് കാണേണ്ടതല്ല എന്ന് ഞാൻ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറയുകയും ചെയ്തു. എന്നാൽ ഞാൻ പറയാം എന്ന് മന്ത്രിയോട് ചോദിച്ചിട്ട് പറയാം എന്ന് അയാൾ പറഞ്ഞതിന് ശേഷം മന്ത്രിയും വിളിച്ചിട്ടില്ല, അയാളും വിളിച്ചിട്ടില്ല. നമുക്ക് എന്താ എപ്പോഴാണ് സൗകര്യം? ഞാൻ ബഡ്ജറ്റിൻ്റെ തിരക്കിലാണ്, ഇതൊക്കെ പറയാമല്ലോ. അതൊന്നും പറഞ്ഞില്ല, വേറും കള്ളത്തിലാണ് പറയുന്നത്. ബാക്കിയല്ല. ഞാൻ പിണറായി വിജയനെ അവിടെ പോയി കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ പിണറായി വിജയനെ ഫോണിൽ വിളിച്ചാൽ അദ്ദേഹം ഫോൺ ഫ്രീ ആണെങ്കിൽ ഫോൺ ഉടനെ എടുക്കും, ഫ്രീ അല്ലെങ്കിൽ ഉടൻ തന്നെ മെസ്സേജ് അതേ തന്നെ വരും, ഉടനെ ഞാൻ വിളിക്കാമെന്ന് പറയും, തിരിച്ചു വിളിക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ അനുഭവം. ഷിനോജ് എസ് ടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷിനോജ്, സുരേഷ് ഗോപി പറഞ്ഞത് ഒന്നെങ്കിൽ ശുദ്ധീകരിക്കും അല്ലെങ്കിൽ സ്വയം ശുദ്ധീകരിക്കപ്പെടുമെന്നാണ്. എന്താണ് അതിന് മറുപടി? അതിരൂക്ഷമായ ഭാഷയിലാണ് NSS ജനറൽ സെക്രട്ടറി സുരേഷ് ഗോപിക്കെതിരെ വിമർശനം ഉയർത്തിയത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഞായറാഴ്ച ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും ഒരേപോലെ തന്നെ സുകുമാരൻ നായരെ ഉന്നമിട്ടുകൊണ്ട് പരോക്ഷമായ രീതിയിലൊക്കെ തന്നെ പ്രതികരണങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയെ ഉന്നമിട്ടുകൊണ്ട് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തന്നെ എത്തുന്നത്. പ്രത്യേകിച്ച് ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് NSSന് യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഉപരാഷ്ട്രപതി നേരത്തെ മഹാരാഷ്ട്രയുടെ ഗവർണറായിരുന്ന സമയത്ത് NSS ആസ്ഥാനത്തെത്തി. ആ സമയത്തൊക്കെ തന്നെ വലിയ ഹൃദ്യമായ രീതിയിലുള്ള സ്വീകരണമൊക്കെ തന്നെ NSS നൽകിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോലും അദ്ദേഹം മന്നൻ സമാധിയിൽ കയറി പുഷ്പാർച്ചന നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടില്ല. പിന്നീട് വൈസ് പ്രസിഡന്റ് ആയ ശേഷമാണ് ഇത്തരത്തിൽ മന്നൻ സമാധിയിൽ കയറി പുഷ്പാർച്ചന നടത്തണമെന്ന ആവശ്യമൊക്കെ തന്നെ NSSന് മുൻപാകെ എത്തുന്നത്. അത്തരത്തിലൊരു വിവാദം ഉയർത്തിവിട്ടതിന് പിന്നിൽ സുരേഷ് ഗോപിയാണ് എന്നതാണ് NSSന്റെ സംശയമെന്ന് പറയുന്നത്. അതായത് സുരേഷ് ഗോപിയുടെ നിലവിലെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പിന്നിൽ സുരേഷ് ഗോപി NSSനെതിരെ നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പിന്നിൽ കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. സുരേഷ് ഗോപിയാണ് ഒരു കാരണവുമില്ലാതെ ഉപരാഷ്ട്രപതിയെ കൂടി ഈ വിഷയത്തിലേക്ക് വലിച്ചിഴച്ച് ഇഴച്ചതെന്ന് കൂടി സുകുമാരൻ നായർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ഞായറാഴ്ച സുരേഷ് ഗോപി പറഞ്ഞത് പെരുന്ന ശുദ്ധീകരിക്കപ്പെടും എന്നതാണ്. എന്നാൽ അതിനും രൂക്ഷമായ ഭാഷയിൽ മറുപടി സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നുണ്ടായി. എങ്ങനെ ശുദ്ധീകരിക്കുമെന്നാണ് സുരേഷ് ഗോപി ഉദ്ദേശിക്കുന്നത്. ആദ്യം ശുദ്ധീകരിക്കണമെങ്കിൽ അമ്മ സംഘടനയെ ശുദ്ധീകരിക്കട്ടെ. അദ്ദേഹം കൂടി അംഗമായ സംഘടനയാണല്ലോ അമ്മ. ആ അമ്മ ആദ്യം ശുദ്ധീകരിക്കട്ടെ. സുരേഷ് ഗോപി വിചാരിച്ചാൽ NSSനെ ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല എന്നൊരു രീതിയിൽ കൂടിയുള്ള രൂക്ഷമായ വിമർശനമാണ് സുകുമാരൻ നായരുടെ ഭാഗത്തുനിന്ന് ഇന്നുണ്ടായത്. ശരി.